ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കീഴകത്തിന്റെ കീഴിലേക്ക് പോകാം. ഫസ്റ്റ് വൺ പോന്നോട്ടെ. അമർക്കളം സിനിമ റിലീസിന് ഒരുങ്ങുന്നു. എന്നാണ് ഡേറ്റ് എന്നുള്ളതൊന്നും വന്നിട്ടില്ല. അജിത്തും ശാലിനിയും പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. ഒരു വേറെ ലെവൽ റൊമാൻറ്റിക് സിനിമയാണെന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇല്ലല്ലേ? എന്തായാലും ശേഷമാണ് ഒരു തോന്നുന്നുണ്ട്. അതെ അതെ. എന്തായാലും റിലീസിന് ഒരുങ്ങുന്നത്, അത് പ്ലാൻ ചെയ്യുന്നത് ഫെബ്രുവരി 12-നോ 13-നോ ആയിരിക്കും. റിലീസ് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അജിത്തിന്റെ 25ാമത്തെ സിനിമയായിരുന്നു. അതെ അതെ. അങ്ങനെ ഒരു പ്രത്യേകതകളും ഇല്ല ആ സിനിമയ്ക്ക്. ഓക്കെ, അടുത്തത് മഹാരാജ 2, നിതിലൻ സ്വാമിനാഥൻ ഡയറക്ടർ. മഹാരാജ അമ്മാരി സിനിമയായിരുന്നു. വിജയ് സേതുപതി അഴിഞ്ഞാടിയ സിനിമ. സിനിമേന്റെ 2ാം ഭാഗം വരുന്നുണ്ട്. ഫഫ ഇതിന്റെ ഒരു പ്രധാന വേഷത്തിൽ ഉണ്ടാവുന്നുണ്ടോ കേൾക്കുന്നു. അതുകൂടി ആവുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കി. അതിലെ വില്ലന്മാരായ ഒരു സൈഡ് ഉണ്ടല്ലോ, ഭീകരമായിരുന്നു. അനുരാഗ് കശ്യപ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല എൻ്റെ മോനെ. സത്യം. 3ാമത്തെ കിഴി മൈ ലോഡ്. ശശികുമാർ നായകനാവുന്ന സിനിമയാണ്. രാജ്മുരുകനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്ന് 6 മണിക്ക് വരും. ഓക്കെ. മുരുകനല്ലേ? രാജ്മുരുകനല്ലേ? ഓക്കെ. അടുത്തത് കൽക്കി 2. പ്രഭാസ് ഫെബ്രുവരിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് കേൾക്കുന്നത്. ഈ മാസം ലാസ്റ്റോടെ ആള് ഇന്ത്യയിലെത്തും എന്നാണ്. അതിന്റെ കൂടെ തന്നെ 2-3 സിനിമകളുണ്ട്. മറ്റേ ഹൗസി, പിന്നെ അതിനുശേഷം മാർച്ചിൽ സ്പിരിറ്റിലേക്ക്. അതൊരു നീണ്ട ഷെഡ്യൂളാണെന്നുള്ളതാണ് കേട്ടത് കേട്ടോ. ഓക്കെ, അടുത്ത കൽക്കി 2-ന് കാത്തിരിക്കണം. അതും സ്പിരിറ്റും. അതിരടി സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. ടൊവിനോ ആണ്. ടൊവിനോയുടെ ക്യാരക്ടർ പേര് നമ്മൾ ഇന്നലെ പറഞ്ഞ വിനീതായിരിക്കും. അതെ അതെ. ശ്രീകുട്ടൻ പോസ്റ്റർ. ശ്രീകുട്ടൻ വെള്ളയാണി. ആള് ഒരു സിംഗറായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, കണ്ടറിയാം. ഒരു അമ്പലം ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരാള്. അത് ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതിലും ഏതാണ്ടത് മനസ്സിലായി. അമ്പലത്തിൽ സമയത്താണ് ആ കോള് വരുന്നതും ബുക്ക് വരുന്നതും. അടുത്തത് മറ്റൊരു തല്ലുമലയാവോ? പറയാൻ പറ്റില്ല എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ. മനശങ്കര വരപ്രസാദകാൽ 6 ദിവസം കൊണ്ട് 261 കോടിയായിട്ട്. നല്ല പോക്കാ, നല്ല കുതിപ്പാ. അതെ, നല്ല കുതിപ്പാ. ശരിക്കും വമ്പ ഹിറ്റായി അവിടെ. തെലുങ്കില് ഈ പൊങ്കലിൽ വന്നതില് അതെ അടിച്ചത് ഇതാട്ടോ. എന്തായാലും ചിരഞ്ജീവി ഗാരു നായകനായി, നയൻതാര നായികയായിട്ട് വന്ന സിനിമയാണ്. അനിൽ രവി കൂടിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹിറ്റായി 300 അടിക്കുമെന്നുള്ളത് മാത്രം നോക്കിയാൽ അതിനെ 300 കയറാൻ ചാൻസ് ഉണ്ട്. 6 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതെ. മെറി ബോയ്സ് സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ. സ്റ്റില്ല്. യെസ്, മഹേഷ് മാനസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയിൽ ആരൊക്കെയാണെന്നാണ്? കുറേ പുതിയ താരങ്ങളല്ലേ. എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫനാണ് സിനിമ നിർമ്മിക്കുന്നത്. യെസ്. അടുത്തത് കാട്ടാളൻ. ടീസർ നോട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ്. അതായത് അതിൽ പറയുന്നതാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ കാര്യമായിട്ട് പരിഗണിക്കുന്നു. വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ സിനിമ ഒരുക്കാൻ ഞങ്ങൾക്ക് ഇതാണ് പ്രചോദനം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിനും നന്ദി. പിന്നെ കണ്ടതൊന്നല്ല, അതിനേക്കാളും ഭീകരമായ കാഴ്ചകൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ള ഒരു വലിയ സൂചന തന്നുകൊണ്ടാണിത് അവസാനിപ്പിക്കുന്നത്. പിന്നെ മെയ് 14-ാം തീയതി സിനിമ റിലീസിനെത്തുന്നു. എല്ലാവരോടും തിയേറ്ററിലേക്ക് സിനിമ കാണാനായിട്ട് ക്ഷണിക്കുന്നുമുണ്ട്. അപ്പോൾ അത് ടീച്ചറിന് കുറച്ച് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും അവർ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു വലിയ കാര്യമാണല്ലോ. അതെ. അടുത്തത് ആകാശംലോ ഒക്കത്താര. പവൻ സതിനേനി സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനാവുന്ന തെലുങ്ക് മൂവിയാണ്. സിനിമയുടെ ഒരു ഗ്ലിമ്മർ വരുന്നുണ്ടെന്ന് 11 മണിക്ക്. ഇപ്പോൾ വന്നിട്ടുണ്ടാവാം, ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. സാധിക വീരവള്ളി ആളാണ് ഇതിൽ നായികയായിട്ട് വരുന്നത്. ആളുടെ ഒരു സ്പെഷ്യൽ ഗ്ലിംസ് വീഡിയോ ആണ് വരുന്നത് കേട്ടോ. അടുത്തത് കിങ് സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ഉടനുണ്ടാവും കേട്ടോ. ഡിസംബർ 4 ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഡിസംബർ 26 മാറ്റം. കിങ് ഖാന്റെ വരവ്
കിങ്ഖാന്റെ വരവ് ഒരു വർഷം കഴിഞ്ഞിട്ടാട്ടോ. അതെ, അതായത് 2025 ആളുടെ സിനിമ ഇല്ല. അവഞ്ചേഴ്സിന്റെ കൂടെ എടുക്കൂല അപ്പോ? അവഞ്ചേഴ്സ് ഡിസംബർ 25 ആണ് തോന്നുന്നു. ഓക്കെ, കൊള്ളാം. ഒരു കൊല്ലം സിനിമ ഇല്ലാതെ അടുത്ത സിനിമ വരുന്നത്. അതെ, എന്തായാലും കുറച്ച് നേരത്തെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. 24 ലാസ്റ്റിലാണ് മറ്റേത് വന്നത്, ഡങ്കി. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല. പിന്നെ വരാൻ പോണ സിനിമയാണ്. ആര്? ഷാറുഖ് ഖാന്റെ ലാസ്റ്റ് ഡങ്കിയ. പിന്നെ അല്ലാതെ ഏതായിരുന്നു? വേറെ ഏതാ പടം വന്നിട്ടുള്ള? പറയും. 24 2 സിനിമ ഉണ്ടായിരുന്നത്, പത്താനും മറ്റേ ജവാനും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ വർഷം 3 സിനിമ വന്നിട്ടുണ്ട്. അതിലെ 3ാമത്തെ സിനിമ ഡങ്കി ആയിരുന്നു. അത് എന്തായാലും ഡങ്കി ആ ലെവലിൽ എത്തിയില്ല. അത് സത്യം. എന്തായാലും കിങ് എത്തുമായിരിക്കും. അടുത്തത് കിങ് എത്തും. രാജാ സാബ് മറ്റൊരു കിങ്ങാണ്, പക്ഷെ കൈതുണ്ട്. ഓക്കെ, എന്തായാലും രാജാ സാബ് OTT റിലീസിനെത്തുന്നു. ഫെബ്രുവരി 14 സിനിമ എത്തുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും വരുന്നത്. അടുത്തത് മാരുതി സംവിധാനം ചെയ്ത സിനിമയാണ്. മാരുതി വീട്ടിലുണ്ടാവും, സ്പേസിലായിരിക്കും. അമ്മാതിരി ഡയലോഗ് അടിക്കാൻ പാടുണ്ടോ? അതിന് ബാഹുബലി ചെയ്തു വെച്ച SS രാജമൗലി പോലും ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ്. അല്ലെങ്കിൽ ധൈര്യപ്പെടാത്തൊരു കാര്യമാണ്. സത്യം. അടുത്തത് തെറി സിനിമയുടെ റിലീസ് ഡേറ്റ് 23-ാം തീയതി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനുവരി. വീണ്ടും മാറ്റുമെന്നാണ് കേൾക്കുന്നത് കേട്ടോ. എന്തോ പറ്റിയിട്ടുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതെ, എന്താണെന്നുള്ളത് കണ്ടറിയണം. ചിലയിടങ്ങളിൽ പറയുന്നുണ്ട് മാറ്റുന്നില്ല, 23 തന്നെ. അതും മങ്കാത്തിന്റെ കൂടെ ബിഗ് ക്ലാഷ് ആയിട്ട് വരുന്നത്, റിലീസിന്റെ ക്ലാഷ്. ഇന്നലെ അതിന്റെ ഒരു ട്രെയിലറൊക്കെ പുറത്തു വരുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ. പക്ഷെ ഇന്ന് രാവിലെ കേൾക്കുന്നത് റിലീസ് ഇനി മാറ്റാൻ പോകണമെന്നാണ്. അടുത്തത് DC. ലോകേഷ് കനകരാജ് നായകനാവുന്ന സിനിമയാണ്. അരുൺ മതേശ്വരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ എന്നാണ്? അടുത്ത ഷെഡ്യൂൾ ജനുവരി 23-ാം തീയതി. ആള് ജോയിൻ ചെയ്യുന്നുണ്ട്. ലോകേഷ് ജോയിൻ ചെയ്യുന്നുണ്ട്. വാമിക ഗംഭീരായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അടുത്തത് അരസൻ. വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ മധുരയായിരിക്കും. ഓക്കെ, ജനുവരി 26-നാണ് ഷൂട്ട് തുടങ്ങുന്നത് കേട്ടോ. എനിക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, DC 26-നാണോ എന്നുള്ള ഡൗട്ട്. DC 23-ന്. ഓക്കെ, അടുത്തത് സൂര്യ 47. ജിത്തു മാധവൻ ഒരുക്കുന്ന സിനിമ. സൂര്യയുടെ ഒരു വ്യത്യസ്തമായ ക്യാരക്ടറായിരിക്കും ഇതിൽ കാണാൻ പോകുന്നതാണ് കേൾക്കുന്നത്. ആള് പോലീസ് വേഷത്തിലാണ്, ഒരു മൊരട്ട് പോലീസുകാരൻ. എന്നാൽ നെഗറ്റീവ് ഷെയ്ഡും ഉണ്ടാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ചെറിയ രീതിയിലുള്ളൊരു സംഭവം കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും താല്പര്യമൊന്നുമില്ലാതെ മടി പിടിച്ച് ലേസി ആയിട്ട് നടക്കുന്ന ഒരു സ്ക്വാഡിന്റെ ലീഡറായിട്ടാണ് വരുന്നത്. നോക്കട്ടെ, ഉഷാറാവൂ നോക്കാം. അതെ, മടിയൊക്കെ മാറിയിട്ടേ. അടുത്തത് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഗിരീഷ് ഷേഡി ഡയറക്ട് ചെയ്ത് നിവിൻ പോളി, മമിത ബൈജു ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ റിലീസ് പ്ലാനിങ് ഓഗസ്റ്റ് 21-നായിരിക്കും. കൊള്ളാം. 20-ന് I am gay. 21-ന് ബത്ലഹേം കുടുംബ യൂണിറ്റ്. പമ്പൻ ക്ലാഷ്. കാലങ്ങൾക്ക് ശേഷം നിവിൻ പോളിയും ദുൽഖറും ആ ഒരു, അതായത് മമ്മൂക്ക ലാലേട്ടൻ എന്നുള്ള രീതിയിലേക്കുള്ള പഴയ അതുണ്ടല്ലോ, അത് കുറേ കാലത്തിന് ശേഷം വന്നത് ഈ നിവിൻ പോളി ദുൽഖറായിരുന്നു. പിന്നെ അത് എവിടെ പോയി, ഇപ്പം അത് തിരിച്ചെത്താൻ പോകുന്നു. ഓക്കെ, അടുത്തത് ടിക്കി ടാക്ക. രോഹിത് VS സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ്. സിനിമയിൽ കല്യാണി പ്രിയദർശൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് ചില തിരക്ക് കാരണം ഇതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. പകരത്തിന് ആളെ തപ്പിക്കൊണ്ടിരിക്കുന്നു. കിട്ടും. ആള് മറ്റേ ഹിന്ദി ഫിലിം കമ്മിറ്റ് ചെയ്തതോടുകൂടിയാണ് ഇതൊക്കെ മാറ്റിയത്. മറ്റേ പടത്തിൽ നിന്നും മറ്റേ ഏതൊരു തമിഴ് പടത്തിൽ നിന്നും ആള് പിന്മാറിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് LIK. സിനിമയുടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ഫെബ്രുവരി 12, 13 ഡേറ്റുകളാണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് പ്രദീപ് രംഗനാഥൻ അവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. കൃതി ഷെട്ടിയാണ് നായിക. കൃതി ഷെട്ടിയുടെ തുടക്കം വളരെ മികച്ചതായിരുന്നു. വാവാത്തിയാണ് തമിഴിലെ. അടുത്തത് AK-64. ആദിത്യ രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് തല അജിത്ത് നായകനാവുന്ന സിനിമ AK. ഓക്കെ, അപ്പോൾ
AK-യുടെ സിനിമയുടെ അനൗൺസ്മെൻറ്റ് ഫെബ്രുവരി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇത് കുറേ ആയി കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പത്തെ മാസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എന്താണെന്ന് അറിയുന്നില്ല അല്ലേ? ആളതിന് വേറെ മൂഡിലല്ലേ. ഇത് മറ്റൊരു കാര്യം കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയില്ലേ ദുൽഖർ നിവിൻ ഈ ഒരു ക്ലാഷ് പരിപാടിയൊക്കെ അന്നിങ്ങനെ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ക്ലാഷ്. അതിനിടയിൽ വേറൊരാൾ അങ്ങ് മങ്ങിപ്പോയി, ഒരാൾ മാത്രമായി. പിന്നെ ആൾ വേറെ ഇൻഡസ്ട്രിയിലേക്ക് പോയി. ആ സമയങ്ങളിൽ ഇത് നിവിൻ വളരെ താഴ്ന്നു നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ പവർഫുള്ളായിട്ട് വീണ്ടും കംബാക്ക് നടത്തി ആ സമയത്താണ് ഈ വരവ്. അപ്പോൾ ഭീകരമായിട്ടുള്ളൊരിത് കിട്ടും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതായത് വളരെ മികച്ച ഇതിലിങ്ങനെ കുറേ കാലം ഇങ്ങനെ പോയി. ഇപ്പോൾ രണ്ട് ടീമും സിനിമയുടെ മൂടൊക്കെ പോയി വേറെ വഴിക്ക് തിരിഞ്ഞു. ലൈഫ് പുതിയ പിള്ളേർ കയറി വരട്ടെ. ഒരാൾ രാഷ്ട്രീയത്തിലേക്ക്, ഒരാൾ റൈസിംഗിലേക്ക് ഇറങ്ങി ചിന്തിക്കുന്നതായിരിക്കും. പുതിയ ആൾക്കാര് എന്തായാലേ എപ്പോഴെങ്കിലും വന്നൊരു സിനിമയൊക്കെ ചെയ്തിട്ട് പോവുക, ആ ഒരു മൂഡ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. അടുത്തത് ചത്താപ്പച്ച സിനിമയുടെ കേരള ബുക്കിംഗ് ഇന്ന് 4:30 തുടങ്ങും കേട്ടോ. ഓക്കെ, FDFS 10 മണിക്കാണ് രാവിലെ 10 മണി. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, പിന്നെ ഇഷാൻ ഷൗക്കത്ത്, ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മമ്മൂക്ക കാമിയോ, അണ്ടർടേക്കർ. എന്താണെങ്കിലും സിനിമ 23-ന് തിയേറ്ററിലെത്താണ്. ഭയങ്കര ഹൈപ്പിലാണ്. 22-ന് നല്ല ഹൈപ്പിലാണ് കേട്ടോ സിനിമ ഉള്ളത്. എന്താവും എന്നുള്ളത് നമുക്ക് 22-ാം തീയതി അറിയാം. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.